أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد كانت لكم أسوة حسنة في إبراهيم والذين معه إذ قالوا لقومهم إنا براء منكم ومما تعبدون من دون الله كفرنا بكم وبدا بيننا وبينكم العداوة والبغضاء أبدا حتى تؤمنوا بالله وحده إلا قول إبراهيم لأبيه لأستغفرن لك وما أملك لك من الله من شيء ربنا عليك توكلنا وإليك أنبنا وإليك المصير ربنا لا تجعلنا فتنة للذين كفروا واغفر لنا ربنا إنك أنت العزيز الحكيم. لقد كان لكم فيهم أسوة حسنة لمن كان يرجو الله واليوم الآخر ومن يتولى فإن الله هو الغني الحميد. صدق الله العظيم. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ മുംതഹനയുടെ 4, 5, 6 ആയത്തുകളാണ് ഓതി വച്ചിട്ടുള്ളത്. അർത്ഥത്തിലേക്ക് വരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قد كان لكم أسوة حسنة في إبراهيم والذين معه إذ قالوا لقومهم قد كانت لكم, തീർച്ചയായും നിങ്ങൾക്ക് ഉണ്ട്, ഉസ്വത്തുൻ ഹസനത്തുൻ, ഉത്തമമായ മാതൃക, തീർച്ചയായും നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. ഫി ഇബ്രാഹീമ വല്ലദീന മഅഹു, ഇബ്രാഹിം നബിയിലും അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളവരിലും നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. ഇദ് ഖാലൂ ലിഖൗമിഹിം, അവർ അവരുടെ സമുദായത്തോട് പറഞ്ഞ സന്ദർഭം, അവർ അവരുടെ ജനതയോട് പറഞ്ഞ സന്ദർഭം, ഇന്നാ ബുറആഉ മിൻകും, തീർച്ചയായും ഞങ്ങൾ ഒഴിവാവുകയാണ്, മിൻകും, നിങ്ങളിൽ നിന്ന്, ഇന്നാ ബുറആഉ മിൻകും, വമിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാ, നിങ്ങളിൽ നിന്ന് മാത്രമല്ല, വമിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാ, നിങ്ങൾ അള്ളാഹുവിനെ കൂടാതെ ആരാധിക്കുന്നവയിൽ നിന്നും ഞങ്ങൾ ഒഴിവാവുകയാണ്. കഫർനാ ബിക്കും, ഞങ്ങൾ നിങ്ങളെ നിഷേധിക്കുകയാണ്, ഞങ്ങൾ നിങ്ങളെ അവിശ്വസിക്കുകയാണ്. കഫർനാ ബിക്കും വബദാ ബൈനനാ വബൈനക്കുമുൽ അദാവത്ത്, വബദാ വെളിവായിരിക്കുന്നു, ബൈനനാ വബൈനക്കും, നിങ്ങൾക്കും ഞങ്ങൾക്കും ഇടയിലുള്ള അൽ അദാവത്തു, ശത്രുത, നിങ്ങൾക്കും ഞങ്ങൾക്കുമിടയിലുള്ള ശത്രുത ഇതാ വെളിവായിരിക്കുകയാണ്. വൽ ബഗ്ളാഉ, അതേപോലെ തന്നെ വിദ്വേഷവും, നമ്മൾ തമ്മിലുള്ള വിദ്വേഷവും ഇതാ പ്രകടമായിരിക്കുകയാണ്. അബദൻ, എന്നേക്കുമായി, എല്ലാ കാലത്തേക്കുമായി, എക്കാലത്തേക്കുമായി. ഹത്താ തുഅ്മിനു ബില്ലാഹി വഹ്ദഹു, ഏകനായ അള്ളാഹുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് വരെ. ഇല്ലാ ഖൗല ഇബ്രാഹിമ ലി അബീഹി, ഇബ്രാഹിം നബിയുടെ വാക്ക്, ലി അബീഹി, അദ്ദേഹത്തിൻ്റെ പിതാവിനോടുള്ള, ഇബ്രാഹിം നബിക്ക് അദ്ദേഹത്തിൻ്റെ പിതാവിനോടുള്ള ആ വാക്ക് ഒഴിച്ച്.
ഇല്ല അസ്തഗ്ഫിറന്നലക, തീർച്ചയായും ഞാൻ പാപമോചനം തേടും നിങ്ങൾക്ക് വേണ്ടി. തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാപമോചനത്തിന് അഭ്യർത്ഥിക്കും, അപേക്ഷിക്കും. വമാ അംലികുലക മിനല്ലാഹി മിൻ ഷൈഇൻ. വമാ അംലികുലക, ഞാൻ ഉടമപ്പെടുത്തുന്നില്ല, എനിക്ക് അധികാരപ്പെടുത്താൻ സാധ്യമല്ല താങ്കൾക്ക് വേണ്ടി, മിനല്ലാഹി അള്ളാഹുവിൽ നിന്നും, മിൻ ഷൈഇൻ യാതൊന്നും, അള്ളാഹുവിൽ നിന്ന് യാതൊന്നും തന്നെ നിങ്ങൾക്ക് വേണ്ടി അധീനപ്പെടുത്തി തരാൻ എനിക്ക് സാധ്യമല്ല. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, അലൈക്ക തവക്കൽന, അലൈക്ക നിന്നിൽ, തവക്കൽന ഞങ്ങൾ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഞങ്ങളുടെ രക്ഷിതാവേ, നിന്നിൽ ഞങ്ങൾ ഭരമേൽപ്പിച്ചിരിക്കുന്നു. വയിലേക്ക് അനബുന, ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങുകയും ചെയ്തിരിക്കുന്നു. വയിലേക്ക് അനബുന, ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങുകയും ചെയ്തിരിക്കുന്നു. വയിലേക്കൽ മസീർ, നിന്നിലേക്ക് തന്നെയാണല്ലോ തിരിച്ചു വരേണ്ടത്, അഥവാ നിന്നിലേക്ക് ഞങ്ങൾ തിരിച്ചു വരികയും ചെയ്യും. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ലാ തജഅൽന, നീ ഞങ്ങളെ ആക്കരുത്. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ലാ തജഅൽന, നീ ഞങ്ങളെ ആക്കരുത്, ഫിത്നതൻ ലില്ലദീന കഫറു, സത്യ നിഷേധികൾക്ക് ഞങ്ങളെ പീഡനത്തിനുള്ള ഇരയാക്കരുത്, ഞങ്ങളെ പീഡിപ്പിക്കാനുള്ള ഇരയാക്കി കൊടുക്കരുത്. വഗ്ഫിർ ലന, ഞങ്ങൾക്ക് നീ പുറത്തു തരണം. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ഇന്നക അൻതൽ അസീസുൽ ഹക്കീം, തീർച്ചയായും നീ പ്രതാപശാലിയും യുക്തിമാനുമാണല്ലോ. ലഖദ് കാന ലക്കും, തീർച്ചയായും നിങ്ങൾക്കുണ്ട്, ഫീഹിം അവരിൽ, ഉസ്വത്തുൻ ഹസന, ഉത്തമമായ മാതൃക, തീർച്ചയായും നിങ്ങൾക്ക് അവരിൽ ഉത്തമമായ മാതൃകയുണ്ട്. ലിമൻ കാന യർജുല്ലാഹ, ആർ അള്ളാഹുവിലേക്ക് ആഗ്രഹം പ്രകടിപ്പിച്ചുവോ, അവർ ആര് അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുവോ, വൽയൗമൽ ആഖിർ, അതുപോലെ തന്നെ അന്ത്യനാളിലും, അള്ളാഹുവിലും അന്ത്യനാളിലും പ്രതീക്ഷ അർപ്പിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉസ്വത്തുൻ ഹസന, ഉത്തമമായ മാതൃക ഉണ്ട്. വമൻ യതവല്ല, ഇനി ആരെങ്കിലും തിരിഞ്ഞു പോവുകയാണെങ്കിൽ, ഇതൊന്നും അംഗീകരിക്കാൻ കൂട്ടാക്കാതെ ആരെങ്കിലും തിരിഞ്ഞു പോവുകയാണെങ്കിൽ, ഫൈനല്ലാഹ ഹുവൽ ഗനി, തീർച്ചയായും അള്ളാഹു പരാശ്രയം വേണ്ടാത്തവനാണ്, മറ്റുള്ളവരെ ആശ്രയിക്കാത്തവനാണ്, അൽ ഹമീദ്, സ്തുത്യർഹനുമാണ്. അള്ളാഹു സ്തുത്യർഹനുമാണ്. ഇവിടെ ഈ ആയത്ത് തുടങ്ങുന്നത് തന്നെ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൽ, നിങ്ങൾക്ക് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിലും അദ്ദേഹത്തെ പിന്തുടർന്ന ആളുകളിലും ഉത്തമമായ മാതൃകയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും അദ്ദേഹത്തിനെ പിന്തുടർന്ന ആളുകളും അവരുടെ കൗമിനോട്, അവരുടെ സമൂഹത്തോട് പറഞ്ഞത്, ഞങ്ങൾ നിങ്ങളിൽ നിന്നും ഒഴിവാകുന്നു. ഇനി നമ്മളും നിങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, നിങ്ങളിൽ നിന്ന് മാത്രമല്ല, നിങ്ങൾ ആരാധിക്കുന്ന എല്ലാറ്റിൽ നിന്നും ഞങ്ങൾ പുറകോട്ട് പോവാണ്. മാത്രമല്ല, ഞങ്ങൾ നിങ്ങളെ കാഫിറായി കണക്കാക്കണം, നിങ്ങൾ നിഷേധികളാണ്. ഇനി നമ്മൾ തമ്മിൽ മിത്രങ്ങളല്ല, ഇനി ശത്രുതയാണ്, നമ്മൾ തമ്മിൽ വിദ്വേഷത്തോട് കൂടിയിട്ടാണ് ഇനിയുള്ള പെരുമാറ്റം ഉണ്ടാവുക. ഇത്രയും അവരോട് പറഞ്ഞു വെക്കുകയാണ്. ഇത് വിശ്വാസികളായ ആളുകൾക്ക് നേരത്തെ ഹാത്തിബിൻ്റെ വിഷയം ഉണ്ടായിരുന്നു. ആ ഹാത്തിബിൻ്റെ വിഷയത്തിൽ ഹാത്തിബിനോട് പറയുന്നത്, നീ ഇബ്രാഹിമിനെ മാതൃകയാക്കണം എന്നാണ്. സത്യവിശ്വാസമാണ് ഒരാളും മറ്റുള്ള വിഭാഗവും തമ്മിൽ പൊരുത്തമാണോ ദേഷ്യമാണോ എന്നത് നിശ്ചയിക്കുന്നത്. നിഷേധികളായ ആളുകളുമായിട്ട്, അഥവാ ഒരു നിലക്കും അള്ളാഹുവിനെ അംഗീകരിക്കാത്ത ആളുകളുമായിട്ട് സത്യവിശ്വാസിക്ക് ആത്മബന്ധം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇബ്രാഹിം നബിയും അദ്ദേഹത്തിൻ്റെ സമൂഹവും എന്ത് തീരുമാനമാണോ എടുത്തത്, ആ തീരുമാനം താങ്കൾക്കും എടുക്കാമായിരുന്നു എന്നാണ് അദ്ദേഹത്തോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിലൂടെ, ഈ ആയത്തിലൂടെ വ്യക്തമാക്കുന്നത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എക്കാലവും ഇത് തന്നെയാണ് അള്ളാഹുവിൻ്റെ നിയമം എന്ന് പറയുന്നത്. വിശ്വാസികൾക്ക് മറ്റുള്ള അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ആളുകളുമായി ആത്മബന്ധം പുലർത്താൻ സാധ്യമല്ല എന്നർത്ഥം.
പിന്നെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ കാര്യമാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അദ്ദേഹത്തിൻ്റെ പിതാവിനോട് പറഞ്ഞത്, താങ്കൾ അള്ളാഹുവിൽ പങ്കു ചേർക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് താങ്കളെ തടയാൻ എനിക്ക് സാധ്യമല്ലെന്ന്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരിൽപ്പെട്ടവരാണ്. അവൻ്റെ വാദങ്ങളിലും ദൂതന്മാരിലും മലക്കുകളിലും അന്ത്യനാളിലും വിശ്വസിക്കുക എന്ന് പറയുന്നത്. അള്ളാഹുവിനെ കൂടാതെ മറ്റെന്തെങ്കിലും വിശ്വസിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവനെ നിഷേധിക്കുന്നതിന് തുല്യമാണ്. നിന്നിൽ മാത്രം ഞങ്ങൾ ഭരമേൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ മറ്റെല്ലാറ്റിൽ നിന്നും ബന്ധം വിച്ഛേദിച്ചു എന്ന് തന്നെയാണ് അർത്ഥം. ഇവിടെ ഹാത്തിബിനോടും മറ്റ് മുസ്ലിങ്ങളോടും അള്ളാഹു ഉപദേശിക്കുന്നതും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നുണ്ടെങ്കിൽ പിന്നെ കുറേ ആളുകൾ അള്ളാഹു അല്ലാത്തവരിലും ഒരുമിച്ച് ഭരമേൽപ്പിക്കാൻ കഴിയില്ല. അള്ളാഹുവിൽ വിശ്വാസം അർപ്പിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അല്ലാത്തവരും വിശ്വാസം അർപ്പിക്കാൻ കഴിയില്ല. അപ്പം നിങ്ങൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നു എങ്കിൽ മറ്റുള്ളവരിൽ നിങ്ങൾ മാറി നിൽക്കണം എന്ന് തന്നെയാണ് ഈ വിഭാഗത്തോടു കൂടി അള്ളാഹു പറയുന്നത് നടക്കും. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് വേണ്ടി അള്ളാഹുവിനോട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ പിതാവിന് വേണ്ടി ഇബ്രാഹിം അലൈഹി ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം വിശ്വാസത്തിൻ്റെ മാർഗത്തിൽ വരാത്തതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ആ പ്രാർത്ഥന, ഈ കാര്യത്തിലുള്ള അപേക്ഷ അള്ളാഹു സ്വീകരിച്ചില്ല. അത് അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ അടുത്ത ആയത്തിൽ ഞങ്ങളുടെ രക്ഷിതാവെ, സത്യനിഷേധികളുടെ പീഡനത്തിൽ നിന്ന് പീഡനത്തിന് ഞങ്ങളെ ഇരയാക്കരുത്. ഇത് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന. ഇന്നും വിശ്വാസികളായ ആളുകൾ പല ദിക്കിലും വലിയ പീഡനത്തിൻ്റെ ഇരയാകുന്ന സമയത്ത് നമ്മളും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന തന്നെയാണ്, റബ്ബന ലാ തജഅൽനാ ഫിത്നത്തൻ ലില്ലദീന കഫറു. കാഫറുകളുടെ പീഡനത്തിന് ഞങ്ങളെ ഇരയാക്കരുത്, ഞങ്ങളുടെ സഹോദരങ്ങളെ ഇരയാക്കരുത്. അതേപോലെ വഗ്ഫിർ ലനാ റബ്ബന, റബ്ബേ ഞങ്ങൾക്ക് നീ പുറത്തു തരണം, നീ പ്രതാപശാലിയാണ്, യുക്തിമാനാണ്. ശത്രുക്കൾക്ക് ഞങ്ങളുടെ മേൽ ആധിപത്യം ഉണ്ടാകരുതേ എന്നും, ആധിപത്യം നൽകിയാൽ അവർ ജയിക്കും, അവരാണ് ശരിയെന്ന് പൊതുജനങ്ങൾക്ക് തോന്നുമെന്നും ഇതിന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അർത്ഥം വ്യക്തമാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഞങ്ങളെക്കാൾ അവർക്ക് നീ വിഭവങ്ങൾ നൽകുകയാണെങ്കിൽ അത് നിൻ്റെ ദീനിനെ തകർക്കാൻ വേണ്ടി അവർ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരെ ഞങ്ങളെക്കാൾ ധന്യരാക്കരുതേ എന്ന പ്രാർത്ഥനയും ഈ കൂട്ടത്തിൽ പെടുത്തേണ്ടതായി വരും. അടുത്ത ആയത്തിൽ പറയുന്നത്, ലഖദ് കാന ലക്കും ഫീഹിം ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ. അള്ളാഹുവിലും അന്ത്യനാളിലും പ്രതീക്ഷ അർപ്പിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇബ്രാഹിം നബിയിലും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആളുകളിലും അദ്ദേഹത്തെ വിശ്വസിച്ച ആളുകളിലും ഉസ്വത്തുൻ ഹസന, ഏറ്റവും നല്ല രൂപത്തിലുള്ള മാതൃകയുണ്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജനതയെയും മാതൃക ആക്കണമെന്ന് അതിൻ്റെ കൽപ്പന തന്നെയാണിത്. അവർ അള്ളാഹുവിനോട് എതിര് പ്രവർത്തിച്ചവരോട് കോപിച്ചു, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുകയും ചെയ്തു. നിങ്ങൾക്കും നിങ്ങൾ ശത്രുത പുലർത്തിയവർക്കും എതിരിൽ അള്ളാഹു സ്നേഹബന്ധം ഉണ്ടാക്കും എന്നുകൂടി ഇവിടെ സൂചന ഉണ്ട്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ അതിലുള്ള ആ ഇബ്രാഹിം നബിയിലും അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന ആളുകളിലും വിശ്വാസ സമൂഹത്തിന് മാതൃകയുണ്ട് എന്ന് തന്നെയാണ്, ഉത്തമമായ മാതൃകയുണ്ട് എന്ന് തന്നെ പറയും. ഇനി അള്ളാഹു ഇതൊക്കെ ചെയ്യാൻ പറയുന്നത് എന്തിനാ? അള്ളാഹുവിന് എന്തെങ്കിലും ഗുണം കിട്ടാൻ വേണ്ടിയിട്ടല്ലല്ലോ. അള്ളാഹു ആരെയും ആശ്രയിക്കുന്നില്ല, എല്ലാവരും അള്ളാഹുവിനെ ആശ്രയിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒമയ്യ തവല്ല, ആരെങ്കിലും ഇവരെ വിട്ടു പോവുകയാണെങ്കിൽ, അള്ളാഹുവിൻ്റെ ഈ ആരാധനയിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുകയാണെന്ന് വിചാരിച്ചാൽ അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അത് യാതൊരു വിധത്തിലും അള്ളാഹുവിനെ അത് ബാധിക്കുന്നില്ല. അള്ളാഹു വലിയാണ്, അള്ളാഹു പരാശ്രയത്വം വേണ്ടാത്തവനാണ്, സ്തുത്യർഹനുമാണ്. ആ അള്ളാഹുവിനെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധ്യമാകട്ടെ. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.